പോലെ 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 നിങ്ങളൊന്നും ശർമ്മ എല്ലാരും വിളിച്ചോ നമുക്കിത് വീണ്ടും ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഒരു മികച്ച വിജയം നേടി നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയായിട്ടുള്ള ജഹാന സലീൽ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു നല്ല ക്ലാപ്പോട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കുട്ടികളോടുകൂടി പറയാണ്. ജഹാന വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരികയാണ്. അവളുടെ ഉപ്പ ഇവിടെ ഉണ്ട്, ഉമ്മയുണ്ട്, അവളുടെ വല്യപ്പുണ്ട്, അവളുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഏത് സാമ്പത്തിക ശേഷിയിൽ നിന്ന് വരുന്ന കുട്ടികളോ സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികളോ അവരുടെ ഒന്നും ജീവിതമല്ല മാനദണ്ഡം, അവരുടെ പ്രയത്നമാണ്. ജഹാനയുടെ പ്രയത്നമാണ് വിജയിച്ചിരിക്കുന്നത്. ആ ഫയറാണ് നമ്മുടെ കൂടെ, നിങ്ങളുടെ കൂടെ ഇതേ അക്കാഡമിയിൽ പഠിച്ച് ഈ ഹോസ്റ്റലിൽ താമസിച്ച് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച് ജഹാനയ്ക്ക് സാധിക്കുമെങ്കിൽ നാളെ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ്. ഞാനെന്റെ ഉപ്പ ഒരു പ്രവാസി കൂടിയാണ്. ഈ വിജയത്തിന് ഒരു തിളക്കം കൂടിയുണ്ട്. നമ്മുടെ അനേകം പ്രവാസി സുഹൃത്തുക്കൾക്ക് കൂടി ഈ വിജയം ഞാൻ സമ്മാനിക്കുകയാണ്. പലപ്പോഴും പ്രവാസികളായ ആളുകളൊക്കെ ഈ നാട് വിട്ടു പോയത് ഇങ്ങനെ ഇതുപോലെ ജഹാനമാരെ പഠിപ്പിക്കാനാണ്. ആ പഠനം ഏറ്റവും വലിയൊരു അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു സുദിനമാണ്. നമുക്കൊരു കോയിൻസൈഡായി ചില കാര്യങ്ങൾ വരും. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ആരുടെ പേരിലാണോ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം മരണപ്പെട്ട ദിവസം കൂടിയാണ്. ഒരു കോയിൻസൈഡ് എന്ന പോലെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലേക്ക് ഈ വിജയ കിരീടം നമ്മൾ സമ്മാനിക്കുകയാണ്. ഹാർവർഡ് കോളേജിൽ പഠിച്ച് നമ്മളുടെ മിടുക്കിയായ, നമ്മുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിലും ആക്റ്റീവായിട്ടുള്ള ജഹാന. മറ്റൊരു കാര്യം, അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അഷ്മിലും ഷാമിലും, അഷ്മിലും ആഷിമും. അഷ്മില് ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഷ്മിൽ നേരത്തെ ഒരു വർഷം കോച്ചിങ് എടുത്ത ശേഷമാണ് നമ്മുടെ കൂടെ വരുന്നത്. പിന്നീട് നമ്മുടെ കൂടെ മെയിൻസ് കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു. അഷ്മില് ഇന്ന് നമുക്ക് എല്ലാവർക്കും മോസ്റ്റ് പ്രോബബ്ലി IAS വരുന്ന ഒരു കുട്ടിയാണ്. ദാറുൽഹുദയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ് അഷ്മിൽ എന്നതും പ്രത്യേകം. ഇതുപോലെ ഷാമിൽ ഇപ്പോ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ കൂടെ പഠിച്ചു. അതിനുശേഷം പിന്നെ ആഷിമിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രെയിനിങ്ങിലാണ് ഇപ്പോൾ ആഷിമുള്ളത്. ആഷിമിനും വളരെ മെച്ചപ്പെട്ട റാങ്കിലേക്ക് വരാം. അതുപോലെ നമ്മുടെ കൂടെ കഴിഞ്ഞ തവണ സിവിൽ സർവീസ് നേടി IRMS-ലെത്തിയ കാജൽ രാജ്, നിങ്ങൾക്കറിയില്ലേ കാജല് ഇപ്പൊ വിളിച്ചിരിക്കുന്നു. അവൾക്ക് 200 റാങ്കിന് താഴേക്കാണ് അവൾ എത്തിയിരിക്കുന്നത്. അവളുടെ ഏറ്റവും വലിയ ഒരു താല്പര്യം IFS ആയിരുന്നു. തീർച്ചയായിട്ടും അവൾക്ക് IFS-ലേക്ക് എത്താവുന്ന ഒരു വഴിയിലേക്കാണ്.
ഒരുപാട് തിരക്കമുണ്ട്. ഇനി ഷാന 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമ്മൾ കേൾക്കട്ടെ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ക്രിയയുടെ പാർട്ടാണ്. നിങ്ങളുടെ കൂടെ നിന്ന ആളാണ്. സോ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് ഹാപ്പിയാണ്. ഇപ്പോഴും റിസൾട്ട് വന്നതും എല്ലാം ഞാനിങ്ങനെ റിയലൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കുറേ ആൾക്കാർ വിളിക്കുന്നു, കൺഗ്രാജുലേഷൻസ് പറയുന്നു, മീറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ റിയലൈസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആൻഡ് ഹാപ്പി, ക്രിയയുടെ പാർട്ടാവാൻ പറ്റിയതിൽ ഹാപ്പി. ആൻഡ് അതിനെ എന്നെ സജ്ജമാക്കിയ അക്കാദമിക്കും വിജയ് തന്ത്രം സാറിനും ഹോൾ ടീമിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ജഹാനയുടെ ഉപ്പ സാദിഖ് 2 വാക്കുകൾ. അദ്ദേഹം ഒരു പ്രവാസി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം. പ്രവാസികൾ സ്വാഗതം. നല്ലൊരു ജീവിതത്തിൽ നമ്മളതിന് കേക്ക് കട്ട് ചെയ്യാം അല്ലേ? ഫോട്ടോ